ശ്രീ റോണി കെ ബേബി അങ്ങനെ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വരാജ് ആയിരിക്കും മത്സരിക്കുക. പ്രത്യേകിച്ച് മലപ്പുറംകാരനാണ്. അങ്ങനെ ഒരുപാട് മേന്മകൾ അദ്ദേഹത്തിനുണ്ട്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം വെല്ലുവിളിച്ചൊരു കാര്യമായിരുന്നു സ്വരാജിനെ എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം. അതിന് മറുപടി എന്നോണമാണ് ഇപ്പോൾ സ്വരാജിനെ മത്സര രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. എങ്ങനെയായിരിക്കും കോൺഗ്രസിന് സ്വരാജ് ഒരു വെല്ലുവിളി ആയിരിക്കുമോ? നിലമ്പൂരില് ഇടതുപക്ഷം സ്വരാജിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിൽ ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു ആശങ്കയില്ല. കാരണം തീർച്ചയായിട്ടും LDF ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണം. അപ്പോൾ സ്വരാജിനെ CPM അവിടെ സ്ഥാനാർത്ഥി ആക്കിയില്ലെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് ചില ചോദ്യങ്ങൾ ഉയരുകയുള്ളൂ. കാരണം നിലമ്പൂരിൽ നിന്നുള്ള ഇപ്പോഴുള്ള CPM ഏറ്റവും ഉയർന്ന നേതാവാണ് സ്വരാജ്. അപ്പോൾ ആ നിലമ്പൂരുകാരനായ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാതെ CPM LDF മറ്റ് പല സ്ഥാനാർത്ഥികളെയും പിന്നെ അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുന്നു, അല്ലെങ്കിൽ മറ്റു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും CPM-നെതിരെ ഉയരുന്ന ചോദ്യം, ഇത്രയും മുതിർന്ന ഒരു നേതാവ് നിങ്ങളുടെ സ്വന്തം നാട്ടിലുണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് സ്വരാജിനെ സ്ഥാനാർത്ഥി ആക്കിയില്ല? അപ്പോൾ അതിന് CPM മറുപടി പറയേണ്ടി വരും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് CPM-ന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായി വന്ന ഒരു സെലക്ഷനാണ് സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നത്. അത് ഞങ്ങളെ ഒരു തരത്തിലും ബാധിക്കുകയില്ല. ഇത് നേരത്തെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, UDF പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിലവിലുള്ള സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിയായിരിക്കും. ഞങ്ങൾക്കത് 100% ഉറപ്പുണ്ട്. കാരണം രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടക്കുന്ന 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണിത്. അത് ആദ്യം തൃക്കാക്കരയാണെങ്കിലും, രണ്ടാമത് പുതുപ്പള്ളിയിലാണെങ്കിലും, അടുത്ത പാലക്കാടാണെങ്കിലും, ചേലക്കരയാണെങ്കിലും, ഇപ്പോൾ നിലമ്പൂരാണെങ്കിലും വളരെ വ്യക്തമായി തന്നെ ഈ കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പിൽ 3ലും ജയിച്ചത് UDF ആണ്. ചേലക്കരയില് CPM-ന്റെ ഭൂരിപക്ഷം 3 കുറയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. രാഷ്ട്രീയ പോരാട്ടം നടന്ന അവരുടെ സിറ്റിംഗ് സീറ്റായ 30 വർഷമായി CPM-ന്റെ കയ്യിലിരിക്കുന്ന ചേലക്കരയിൽ പോലും അവരുടെ ഭൂരിപക്ഷം 3 കുറയ്ക്കാനായിട്ട് UDF-ന് സാധിച്ചു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങൾക്ക് വളരെ സുനിശ്ചിതമാണ് UDF-ന്റെ വിജയം, ഒരു സംശയവുമില്ല. ഐക്യ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥി ആയിട്ടുള്ള ആര്യടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നതിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. അത് സ്ഥാനാർത്ഥി അവരുടെ ആര് ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ, നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ കേരളത്തിന്റെ സമസ്ത മേഖലയിൽ ഇപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മലബാറിലൊക്കെ വലിയ പ്രളയ ദുരന്തം, വലിയ പ്രളയക്കെടുതി ഇപ്പോൾ നമ്മൾ കാണുന്നു. കാസർഗോഡും ഒക്കെയുള്ള പ്രദേശങ്ങളിൽ അവിടെ ഈ വന്ന നാഷണൽ ഹൈവേ നിർമ്മാണത്തിൽ അപാകതകൾ അതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവരുടെ പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ ഭരണ നേട്ടമായി അവരുടെ പ്രോഗ്രസ് കാർഡിൽ അവർ അവതരിപ്പിച്ചത് കേരളത്തിലെ ദേശീയപാതയുടെ വികസനം കൊണ്ടുവന്നു. പക്ഷെ ഇത്രയും അശാസ്ത്രീയമായിട്ടുള്ള ഒരു ദേശീയപാതയുടെ വികസനം കേരളത്തിന്റെ ഭൂമി ശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കാതെ, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പോലും യാതൊരു വിലയും കൽപ്പിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ദേശീയപാത, അത് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ദുരന്തമായി മാറിയിരിക്കുന്നു. എല്ലായിടത്തും വലിയ വെള്ളക്കെട്ടുകൾ, വീട്ടിനകത്തൊക്കെ പെരയുടെയൊക്കെ മുകളിലേക്ക് പോലും ജലനിരപ്പ് ഉയരുന്ന അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യും. നിലമ്പൂരിലാണെങ്കിൽ നമുക്കറിയാം ഓരോ ദിവസവുമാണ് കേരളത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ കൊല്ലുന്ന, അവരുടെ ജീവൻ എടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ 18 മാസമായി വിവിധ ക്ഷേമ ബോർഡുകൾ വഴി വിതരണം ചെയ്യുന്ന ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് കിട്ടുന്ന പെൻഷനുകൾ മുടങ്ങിയിട്ട് അതൊക്കെ ഇവിടെ വളരെ കൃത്യമായി തന്നെ ചർച്ച ചെയ്യപ്പെടും. അതുപോലെ ആശാ വർക്കർമാരുടെ സമരം വ്യക്തമാണ്. സമയപരിധി മൂലം ഞാനത് ഇടപെടുകയാണ്.